എന്നുള്ളൊരു പേടിയുള്ളോണ്ടാ. ആ ജോലി ഇല്ലെങ്കിൽ മഞ്ജുനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനും ഭാനുമതിയമ്മ മടിക്കില്ല. എന്റെ ചേച്ചിക്ക് നല്ലത് മാത്രം സംഭവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാ പ്രീതി അല്ലേ? നിന്റെ നമ്പരൊന്നും എന്റെ അടുത്ത് ഇറക്കണ്ട. നിന്റെ തനി സ്വഭാവം എന്താണെന്ന് വക്കീലും ചേച്ചിയും എന്നോട് പറഞ്ഞു. നിനക്ക് ഗിരിയേട്ടനെ സ്വന്തമാക്കണം അല്ലേ? എന്റെ ചേച്ചിയുടെ കുടുംബം നീ തകർക്കോ? മഹിമേ, ഞാൻ നിന്നെയൊക്കെ നന്നായിട്ട് പെരുമാറാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അത് വേണ്ടാന്ന് ചേച്ചി എന്നെ വിളിക്കുന്നതുകൊണ്ട് മാത്രം ഇവിടെ കൊണ്ട് നിർത്തി നിന്നെ ഞാൻ വെറുതെ വിടുന്നത്. എന്ന് കരുതി എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ഓരോ ഷോ കാണിക്കാൻ വന്ന നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഒടിക്കും. എന്റെ വഴിക്ക് വരാതെ മാറി നടക്കുന്നതാ നിനക്ക് നല്ലത്. എടി മഹിമേ, നീ നോക്കിക്കോ. ഇതിനെതിരെ ഞാൻ കണക്ക് ചോദിച്ചിരിക്കും. നീ കരുതിയിരുന്നോ? കുറെ നാളുകൂടിയാ മനസ്സമാധാനത്തോടെ അമ്പലത്തിൽ പോയി തൊഴാൻ പറ്റിയത്. നിന്റെ പ്രശ്നങ്ങളെല്ലാം തീർത്തു തന്നതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറഞ്ഞു. മനസ്സിലുള്ള എല്ലാ ഭാരവും ഇറക്കി വെച്ച പോലെ തോന്നി. എനിക്കും അതെ. എന്നോട് ദൈവം സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ആണോ? എന്നിട്ടേ ദൈവം എന്താ നിന്നോട് സംസാരിച്ച? മോളെ, നിന്റെ ചേച്ചി വലിയൊരു മണ്ടത്തരാണ് ചെയ്യാൻ പോകുന്നത്. എന്ത് വില കൊടുത്തും ചേച്ചിയെ ജോലി രാജിവെക്കാൻ സമ്മതിക്കരുതെന്ന്. ഞാനും വിചാരിച്ചു ചേച്ചിക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്നതാണല്ലോ നല്ലൊരു അനിയത്തിന്റെ ധർമ്മമെന്ന്. ആണോ? ചേച്ചി അവൾ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു.